പത്തനാപുരം സെന്റ് ആൻസ് ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ആന്റണി പടമാറിന് അച്ഛൻ ട്രാൻസ്ഫറായി പോയതിനു ശേഷം ബഹുമാനപ്പെട്ട റോയ് തോമസ് അച്ഛനാണ് കുറച്ചുകാലം സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം സുന്ദരനും സുമുഖനും ചെറുപ്പക്കാരനുമായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ക്ലമന്റ് അച്ഛൻ വികാരിയായി കടന്നു വന്നു. പടമാറിനച്ഛൻ്റെ പ്രസംഗത്തെയും പാട്ടുകുർബാനയെയും വെല്ലാൻ അന്ന് ഈ രൂപതയിൽ ആരുമില്ലായിരുന്നു. ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് എന്റെ രക്തമാകുന്നു. അക്കാലത്താണ് സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ സുന്ദരമായി പാടുന്ന ഒരു സുന്ദരൻ അച്ഛൻ ഞങ്ങളുടെ ഇടവയിലേക്ക് കടന്നു വന്നത്. സ്നേഹബഹുമാനം നിറഞ്ഞ വർഗീസ് ക്ലമന്റ് അച്ഛൻ. അച്ഛനെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. വർഗീസ് ക്ലമന്റ് അച്ഛന് വളരെയധികം സുന്ദരമായൊരു ശബ്ദം നൽകി ദൈവം അനുഗ്രഹിച്ചിരുന്നു. വളരെ നന്നായി ലോഹ ചേരുന്ന ഒരു വൈദികൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. 2004 കോട്ടയം കളത്തിപ്പടിയിലുള്ള ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ അൾത്താരബാലന്മാരെയും ബഹുമാനപ്പെട്ട വർഗീസ് ക്ലമന്റ് അച്ഛൻ ഒരു ധ്യാനത്തിന് വിട്ടു. എൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം ഞാൻ അൾത്താരബാലനല്ലായിരുന്നെങ്കിലും ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ അച്ഛൻ എന്നെയും അനുവദിച്ചു. ക്രിസ്റ്റിയുടെ പപ്പയായ ബാബു പള്ളിക്കത്തയിൽ അങ്കിളാണ് ഞങ്ങളെല്ലാം ധ്യാനത്തിന് കൊണ്ടുപോയത്. ധ്യാനത്തിൻ്റെ അവസാന ദിവസം മേരിക്കുട്ടി എന്ന് പറയുന്ന ആൻറ്റി ഞങ്ങളോടെല്ലാം നിങ്ങളുടെ ഒരു ആഗ്രഹം പേപ്പറിൽ എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി, ദൈവമേ എനിക്കൊരു 450 മാർക്ക് തരണേ എന്ന്. എൻ്റെ കൂട്ടുകാരനായ അൻഷാദിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കായിരുന്നു 450. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ എൻ്റെ MTV സൈക്കിളിൽ ഐഡിയൽ കോളേജിലേക്ക് പോയി. സന്തോഷ് സാറിൻ്റെ കയ്യിൽ എൻ്റെ SSLC രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു. ആ പേപ്പറിൻ്റെ ബാക്കിൽ സന്തോഷ് സാറ് ഇങ്ങനെ എഴുതി തന്നു, 451. ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന പൊന്നു തമ്പുരാൻ 450 മാർക്ക് ചോദിച്ചപ്പോൾ എനിക്ക് 451 മാർക്ക് തന്നു. അതായിരുന്നു എൻ്റെ ദൈവവിളിയുടെ ആരംഭം. അതുവരെയും ജീവിതത്തിൽ 300, 400, 450 മാർക്കോ കണ്ടിട്ടില്ലാത്ത എനിക്ക് 451 മാർക്ക് കിട്ടിയതോടെ ദൈവവിളി കിട്ടിയ കാര്യം എൻ്റെ മാതാപിതാക്കൾ സ്നേഹബഹുമാനം നിറഞ്ഞ വർഗീസ് ക്ലമന്റ് അച്ഛനെ അറിയിച്ചു. അച്ഛൻ എനിക്ക് സെമിനാരിയിൽ പോകുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. ധ്യാനത്തിന് എൻ്റെ കൂടെ വന്നിരുന്ന ഡെന്നി സാജനും ഞാനുമാണ് ഒരുമിച്ച് ദൈവവിളി ക്യാമ്പിന് സെൻറ്റ് അലൂഷ്യസ് മൈനർ സെമിനാരിയിലേക്ക് പോയത്. ദൈവവിളി ക്യാമ്പിന് അന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ബഹുമാനപ്പെട്ട വർഗീസ് ക്ലമന്റ് അച്ഛനായിരുന്നു. പിറ്റേന്ന് ഞങ്ങളുടെ വ്യത്യസ്തമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരമായിരുന്നു. അന്ന് ഞാൻ ആദ്യമായി തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഗാനം അച്ഛന് മുന്നിൽ പാടി. അങ്ങനെ സെമിനാരിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. തിരികെ ഓട്ടോയിൽ ഞാനും ഡെന്നി സാജനും വർഗീസ് ക്ലമന്റ് അച്ഛനും വന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ അച്ഛനാകുമ്പോൾ ഈ രൂപതയുടെ മെത്രാൻ നമ്മുടെ മത്യാസ് കാപ്പിൽ പിതാവ് മാറും കേട്ടോ. പിന്നീട് ഡെന്നി സാജൻ +2 ചേരുകയും 2004 ജൂൺ 28 ഒരു വൈകുന്നേരം വർഗീസ് ക്ലമന്റ് അച്ഛനും ജോസ്ലിൻ സിസ്റ്ററും സെൻറ്റ് സെബാസ്റ്റ്യൻസ് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളുമൊക്കെ നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് എന്നെ നേരെ സെൻറ്റ് അലൂഷ്യസ് മൈനർ സെമിനാരിയിലേക്ക് കൊണ്ടുവിട്ടു. ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയൻ, പിന്നീട് ഇൻട്രൊഡക്ഷൻ ടു ബൈബിൾ എന്ന് പറയുന്ന 2 പുസ്തകങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചത് സ്നേഹബഹുമാനം നിറഞ്ഞ വർഗീസ് ക്ലമന്റ് അച്ഛനാണ്. അച്ഛൻ്റെ ക്ലാസിൻ്റെ സുന്ദരമായ ഓർമ്മകൾ ഈ നിമിഷം മനസ്സിലൂടെ കടന്നു പോകുന്നു. വാസ്തവത്തിൽ എൻ്റെ വികാരി അച്ഛനായിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് അഭിമാനമായിരുന്ന
നിമിഷങ്ങളും ദിവസങ്ങളുമായിരുന്നു അവയെല്ലാം. അങ്ങനെ ആദ്യത്തെ ഓണാവധിക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ റെക്ടറച്ചനായിരുന്ന ജസ്റ്റിൻ ലോറൻസ് അച്ഛൻ അന്ന് നടത്തിയ പരീക്ഷയുടെ ആൻസർ ഷീറ്റും വർഗീസ് ക്ലെമന്റ് അച്ഛന് കൊടുക്കാനുണ്ടായിരുന്ന 1500 രൂപയും എൻ്റെ കയ്യിൽ ഒരു പാഴ്സലായി ഏൽപ്പിച്ചു. യാത്രാമധ്യേ അത് ബസ്സിൽ വെച്ച് ആരോ മോഷ്ടിക്കുകയും തുടർന്ന് അത് വലിയൊരു സീരിയസ് ആയ വിഷയമായി സെമിനാരിയിൽ മാറുകയും ചെയ്തു. അന്നൊരു പക്ഷേ എൻ്റെ സെമിനാരി പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും എന്നെ മുന്നോട്ട് പഠിക്കുവാനായിട്ട് അനുവദിച്ചത് തീർച്ചയായും വർഗീസ് ക്ലെമന്റ് അച്ഛൻ്റെയും ജസ്റ്റിൻ ലോറൻസ് അച്ഛൻ്റെയും ഒക്കെ കരുതലും സ്നേഹവും പരിഗണനയും കൊണ്ട് മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ആ 1500 രൂപയുടെ കടം ഞാൻ അച്ഛന് തിരികെ വീട്ടുന്നത് സെമിനാരിൽ നിന്ന് ഇറങ്ങി 2010 ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ എനിക്ക് പഠിക്കുവാനുള്ള ബുക്കുകളൊക്കെ വാങ്ങി സെമിനാരിയിൽ വന്നത് എൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നു. ഒരുപക്ഷെ അച്ഛൻ അന്ന് എന്നെ സെമിനാരിയിൽ വിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച പല നന്മകളും എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരിക്കൽ അച്ഛൻ തമാശയ്ക്ക് എന്നോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ സെമിനാരി വിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ മൂക്കളൊലിപ്പിച്ച് നടന്നേനെ കേട്ടോ. ശരിയാണ് പ്രിയപ്പെട്ട വർഗീസ് ക്ലെമന്റ് അച്ഛ, അങ്ങനെ സെമിനാരിയിൽ വിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് പഠിക്കുവാൻ സാധിക്കില്ലായിരുന്നു. എനിക്ക് ഒരുപക്ഷെ ഒരു ടീച്ചറാകുവാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പല നന്മകളും എനിക്ക് ലഭിക്കില്ലായിരുന്നു. ദൈവം അങ്ങയിലൂടെ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പൗരോഹിത്യ ജീവിതത്തിൽ നീണ്ട 24 വർഷങ്ങൾ പിന്നിടുന്ന അങ്ങേക്ക് പ്രാർത്ഥനാശംസകൾ. അങ്ങയുടെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഓർഡിനേഷൻ ആനിവേഴ്സറി ഡിയർ ഫാദർ.